ആരെങ്കിലും വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ തരാതെ നിങ്ങളെ അവഗണിച്ചുകൊണ്ടൊരാൾ മുന്നോട്ടു പോകുമ്പോൾ നെഞ്ചിലൊരു വലിയ ഭാരം തോന്നാറില്ലേ? എന്തുകൊണ്ടാണ് അവർക്കെന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ എന്നെ ഒഴിവാക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളിൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകും. സത്യത്തിൽ ഒരാൾ നിങ്ങളെ വിട്ടുപോകുമ്പോഴോ അവഗണിക്കുമ്പോഴോ അല്ല നിങ്ങൾ തോൽക്കുന്നത്, മറിച്ച് അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ പിന്നാലെ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ വില കുറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സീരിയസായ എന്നാൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളെ ഒഴിവാക്കിയവർ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന, വേണ്ടായിരുന്നു, അവരെ നഷ്ടപ്പെടുത്തേണ്ടായിരുന്നു എന്ന് അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എങ്ങനെയെത്താം? ഇതിന് നമ്മളെ സഹായിക്കുന്നത് ചാണക്യനീതിയിലെയും മോഡേൺ സൈക്കോളജിയിലെയും ചില തന്ത്രങ്ങളാണ്. പ്രതികാരമല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യം അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്ന 5 വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെറും തിയറിയല്ല, മറിച്ച് പ്രായോഗികമായി ജീവിതത്തിൽ വിജയിച്ച പലരും ഉപയോഗിച്ച തന്ത്രങ്ങളാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, മനുഷ്യൻ എപ്പോഴും വിലമതിക്കുന്നത് കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളെയാണ്. സുലഭമായി കിട്ടുന്ന ഒന്നിനും ആരും വലിയ വില കൽപ്പിക്കാറില്ല, അത് സ്വർണമായാലും സ്നേഹമായാലും. ചാണക്യൻ പറയുന്നു, അമിതമായ അടുപ്പം അവഗണനയ്ക്ക് കാരണമാകും. നിങ്ങൾ എപ്പോഴും അവർക്കായി സമയം മാറ്റിവെക്കുമ്പോൾ, അവർ എന്തു പറഞ്ഞാലും അതനുസരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഗ്യാരണ്ടീഡായി മാറുന്നു. അതായത് എന്തു ചെയ്താലും നിങ്ങൾ കൂടെയുണ്ടാകും എന്നൊരു ചിന്ത അവർക്ക് വരുന്നു. ആ ചിന്തയാണ് മാറേണ്ടത്. ഇനി ആ മാറ്റം എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അവർക്ക് നഷ്ടബോധമുണ്ടാക്കാനുള്ള 5 വഴികളിതാ. ഒന്നാമത്തെ വഴി, നിങ്ങളെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റുക. നിങ്ങളെ ഒഴിവാക്കിയ ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്. ഇത് കേൾക്കുമ്പോൾ ക്ലീശയായി തോന്നാം, പക്ഷെ ചാണക്യനീതി പ്രകാരം ഒരാളുടെ ഏറ്റവും വലിയ ശക്തി അയാളുടെ സ്ഥാനവും സമ്പത്തും അറിവുമാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് 10 മടങ്ങ് ഉയരത്തിലേക്ക് വളരുക. അവർ നിങ്ങളെ കാണുമ്പോൾ ഇത് പഴയയാളല്ല, ഇത് വേറൊരാളാണ് എന്ന് അവർക്ക് തോന്നണം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുഴുവൻ ഫോക്കസും അവരിൽ നിന്ന് മാറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ലുക്സ്, ഇതിലെല്ലാം മാറ്റം വരുത്തുക. ജിമ്മിൽ പോകുക, പുതിയ സ്കില്ലുകൾ പഠിക്കുക, സാമ്പത്തികമായി മെച്ചപ്പെടുക. ഓർക്കുക, ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് വിജയിച്ചവരുടെ കൂടെ നിൽക്കാനാണ്. തോൽവി സമ്മതിച്ച് കരഞ്ഞു നടക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല. നിങ്ങൾ കരയുന്നവനാണോ അതോ പോരാടുന്നവനാണോ എന്ന് ലോകം നോക്കുന്നുണ്ട്. നിങ്ങൾ പോരാടി ജയിക്കുമ്പോൾ നിങ്ങളെ ഒഴിവാക്കിയവർക്ക് തോന്നും, ഞാൻ നഷ്ടപ്പെടുത്തിയത് ഒരു സാധാരണ വ്യക്തിയല്ല, ഭാവിയിൽ വലിയ നിലയിലെത്താൻ പോകുന്ന ഒരാളെയാണ് എന്ന്. ആ കുറ്റബോധം അവരിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ജയിച്ചേ തീരൂ. വീഡിയോയുടെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഐ ആം സ്ട്രോങ് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. രണ്ടാമത്തെ വഴി, നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുക. ലിമിറ്റ് യുവർ അവൈലബിലിറ്റി. ചാണക്യൻ പറയുന്നു, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം പ്രത്യക്ഷപ്പെടുക. നമ്മളിൽ പലരും ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ചാൽ, അവർക്ക് നമ്മളെ വേണ്ടാത്തപ്പോഴും നമ്മൾ അവരുടെ പിന്നാലെ നടക്കും. അവർ മെസ്സേജ് അയച്ചാൽ ഉടനെ റിപ്ലൈ കൊടുക്കും. അവർ വിളിച്ചാൽ ആദ്യത്തെ ബെല്ലിൽ തന്നെ ഫോൺ എടുക്കും. ഇത് നിങ്ങളുടെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടബോധമുണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പവഴി നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് കിട്ടാക്കനിയാക്കുക എന്നതാണ്. അവർ മെസ്സേജ് അയച്ചാൽ ഉടനെ മറുപടി കൊടുക്കാതിരിക്കുക. നിങ്ങൾ തിരക്കിലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. സത്യത്തിൽ നിങ്ങൾ തിരക്കിലായിരിക്കണം, വെറുതെ അഭിനയിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലായിരിക്കണം നിങ്ങൾ. അവർ നിങ്ങളെ അന്വേഷിക്കുമ്പോൾ പഴയതുപോലെ എപ്പോഴും ലഭ്യമായ ഒരാളായി നിങ്ങളെ കാണാൻ പാടില്ല. അവളിപ്പോൾ പഴയതുപോലെയല്ല, ഒത്തിരി തിരക്കിലാണ്, അവരെ കിട്ടാൻ പാടാണ് എന്ന തോന്നൽ അവരിലുണ്ടാക്കണം. എപ്പോഴാണോ നിങ്ങൾ അവർക്ക് എളുപ്പത്തിൽ കിട്ടാത്ത ഒന്നായി മാറുന്നത്, അപ്പോൾ മുതൽ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കി തുടങ്ങും. സ്വർണത്തിന് വില കൂടാൻ കാരണം അത് കുറവായതുകൊണ്ടാണ്. മണ്ണാണെങ്കിൽ ആർക്കും വേണ്ട, നിങ്ങൾ സ്വർണമാവുക. മൂന്നാമത്തെ വഴി, വൈകാരികമായ അകലം പാലിക്കുക. ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ചെയ്യാൻ ഏറ്റവും പാടുള്ളതുമായ കാര്യമാണിത്. അവർ നിങ്ങളെ നോവിക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പോകരുത്. സാധാരണഗതിയിൽ അവർ എന്തെങ്കിലും കുത്തുവാക്ക് പറയുമ്പോൾ നമ്മൾ കരയും അല്ലെങ്കിൽ വഴക്കിടും. ഇതവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നൽകുന്നു. ഇവളെ നിയന്ത്രിക്കാൻ കഴിയും, എന്റെ ഒരു വാക്ക് മതി ഇവരുടെ മൂഡ് കളയാൻ എന്നവർക്ക് തോന്നും. ആ അധികാരം നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. അവർ എന്തു ചെയ്താലും യാതൊരു വികാരവും പ്രകടിപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. ന്യൂട്രാലിറ്റി. അവർ നിങ്ങളെ അവഗണിച്ചോ? കുഴപ്പമില്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചതായി പോലും നടിക്കരുത്. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ? പുഞ്ചിരിച്ചുകൊണ്ട് അത് തള്ളിക്കളയുക. നിങ്ങളുടെ വികാരങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അവർ അസ്വസ്ഥരാകും. ഇവനിപ്പോൾ എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ലേ, എന്റെ വാക്കുകൾക്ക് ഇവർക്ക് വിലയില്ലേ എന്ന ചിന്ത അവരെ അലട്ടും. ആ അസ്വസ്ഥതയാണ് പിന്നീട് നഷ്ടബോധമായി മാറുന്നത്. നിങ്ങളുടെ സന്തോഷം അവരുടെ കൈകളിലല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. നാലാമത്തെ വഴി, നിഗൂഢത സൂക്ഷിക്കുക. ബി മിസ്റ്റീരിയസ്.
തുറന്ന പുസ്തകം പോലെയാകരുത് നിങ്ങളുടെ ജീവിതം. ചാണക്യൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവെക്കരുത് എന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ വേണ്ടെന്ന് വെച്ചവരോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കുക. നിങ്ങൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, നിങ്ങളുടെ പുതിയ പ്ലാനുകൾ എന്താണ്, നിങ്ങൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ, ഇതൊന്നും അവരറിയരുത്. സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ പോലും എല്ലാം വിളിച്ചു കൂവാതിരിക്കുക. സങ്കടം വരുന്ന സ്റ്റാറ്റസുകൾ ഇടുന്നത് ഒഴിവാക്കുക. അത് കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ് തോന്നുക. പകരം ഒന്നും വെളിപ്പെടുത്താതിരിക്കുക. നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു വിവരവും കിട്ടാതെ വരുമ്പോൾ അവരുടെ മനസ്സ് പലതും ചിന്തിച്ചുകൂട്ടും. അവനിപ്പോൾ എന്തു ചെയ്യുകയാകും? അവൾക്ക് പുതിയ ആരെങ്കിലും കിട്ടിക്കാണുമോ? അവർ സന്തോഷത്തിലാണോ? ഇങ്ങനെയുള്ള ചിന്തകൾ അവരുടെ ഉറക്കം കെടുത്തും. മനുഷ്യൻ എപ്പോഴും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുക. നിങ്ങളുടെ അസാന്നിധ്യം ഒരു ചോദ്യചിഹ്നമായി അവരുടെ മനസ്സിൽ അവശേഷിക്കട്ടെ. നമ്മൾ അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ കൂടുതൽ ചെയ്യാൻ അത് ഞങ്ങളെ സഹായിക്കും. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ് നൗ. അഞ്ചാമത്തെ വഴി, നിങ്ങളില്ലാതെയും സന്തോഷവാനാണ് എന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് അന്തിമമായ പ്രഹരം. ഒരാൾ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങൾ അവർ ഇല്ലാതെ തകർന്നുപോകുമെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരം കൊണ്ടാണ്. ആ ധാരണയെ നിങ്ങൾ തകർക്കണം. അവർ ഇല്ലാതെയും ഒരുപക്ഷേ അവർ ഉണ്ടായിരുന്നതിനേക്കാൾ മനോഹരമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുക. ഇത് അഭിനയമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കുക. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, യാത്രകൾ ചെയ്യുക, നിങ്ങളുടെ പാഷൻ പിന്തുടരുക. നിങ്ങളുടെ മുഖത്തെ സന്തോഷം അവർ കാണുമ്പോൾ അത് അവർക്ക് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. ഞാൻ പോയിട്ടും ഇവർക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന ചിന്ത അവരുടെ ഈഗോയെ തകർക്കും. നഷ്ടബോധമുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ കളഞ്ഞ സാധനം മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അത് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു എന്നോ മനസ്സിലാക്കുമ്പോഴാണ്. നിങ്ങൾ സന്തോഷമായി ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് തോന്നും, എന്റെ കൂടെ ഇരുന്നതിനേക്കാൾ സന്തോഷം ഇപ്പോൾ അവനുണ്ട്, അവൾക്കുണ്ട്. ആ തിരിച്ചറിവ് അവരെ വല്ലാതെ വേദനിപ്പിക്കും. ചാണക്യൻ പറയുന്നതുപോലെ ശത്രുവിനുള്ള ഏറ്റവും വലിയ ശിക്ഷ അവർക്കാണെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. നിങ്ങളെ ശത്രുവായി കാണുന്നവരോ അവഗണിക്കുന്നവരോ ആകട്ടെ, അവരുടെ മുന്നിൽ തല ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുക. ഉപസംഹാരം: ജീവിതം വളരെ ചെറുതാണ്. അത് നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല. നിങ്ങളെ അവഗണിച്ചവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ നിങ്ങൾ എത്തുക എന്നതാണ്. ഓർക്കുക, പ്രതികാരം ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, മറിച്ച് നമ്മുടെ അഭാവം അവർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ നമ്മൾ വളരുകയാണ് വേണ്ടത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ മാത്രമേ വെളിച്ചത്തിന്റെ വില മനസ്സിലാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, നിങ്ങളുടെ പ്രകാശം അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ ഇരുട്ടിലാകും. അപ്പോൾ അവർ നിങ്ങളെ അന്വേഷിച്ചു വരും. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ടാകണം. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുക, എഴുന്നേൽക്കുക. ഇനിയുള്ള സമയം നിങ്ങൾക്കും നിങ്ങളുടെ വിജയത്തിനും വേണ്ടിയുള്ളതാണ്. ആരും നിങ്ങളെ തോൽപ്പിക്കാൻ അനുവദിക്കരുത്. ഇതൊരു പുതിയ തുടക്കമാകട്ടെ. ശക്തമായ മനസ്സോടെ മുന്നോട്ടു പോവുക. ഓൾ ദി ബെസ്റ്റ്.